കുറച്ച് നാളെയല്ലേ സൺഡേ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനധികം ആഴ്ചയിൽ അങ്ങനെ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ സൺഡേയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള നല്ല നല്ല റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു വെക്കുക എന്നും പറയുന്ന പോലെ തന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഒരു ഹേർട്ടിങ്ങിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാനത് പറയാം. അപ്പോൾ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ടുള്ളത് ബട്ടർ ഗാർലിക് എഗ്ഗാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ആർക്കും റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. നമുക്ക് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് രാവിലെയൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാനും പറ്റും. ടിഫിനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ നമുക്ക് എന്തെങ്കിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വയറ് ഫില്ലാവും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു മെഷർമെൻറ്റിൽ എന്തായാലും ഒരു 3-4 ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മുട്ടയൊക്കെ എടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഒരു പാൻ മാത്രം മതി കേട്ടോ ഇത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ മുട്ട ഇവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ ആവശ്യത്തിനുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ബ്രെഡ് ആദ്യം ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെയാകുമ്പം നല്ല ടേസ്റ്റാണ്. കുറച്ച് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കുമ്പം അതിനേക്കാളും ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പിന്നെ ആദ്യം തന്നെ എളുപ്പത്തിന് അങ്ങനെ എന്താ പറയുക വേഗം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് എടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് അതിലോട്ട് ഒരു പാനിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ബട്ടറിലോട്ട് ബ്രെഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ബട്ടറല്ലേ വേഗം തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 3 ആൾക്ക് ഇത്രയൊക്കെ എന്തായാലും മതിയാവും. കാരണം പെട്ടെന്ന് വയറ് ഫില്ലാകുന്നൊരു സംഭവമാണിത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, വൈകുന്നേരം ചായക്കും നല്ലൊരു എന്താ പറയുക ഐറ്റം തന്നെയാണ്. നമ്മുടെ ഈ കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു പാനിൽ ഞാൻ ഈ ഒരു ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് വീണ്ടും കുറച്ച് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഈ മുട്ടയൊക്കെ ഒന്ന് കൂടുതൽ അങ്ങനെ ഡ്രൈ ആവാണ്ട് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതൊക്കെ പോലെ ഒന്ന് ജസ്റ്റ് എന്താ പറയുക അങ്ങനെ കൂടുതൽ ഡ്രൈ ആക്കണ്ട. അങ്ങനെ ആവുന്ന സമയത്ത് ഒന്ന് എടുക്കുക. ഇത്രയൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കുക. ഇനി ഈ ഒരു പാനിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കുറച്ച് കൂടുതൽ തന്നെ എടുത്തോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം ക്രീം വേണം അതിനനുസരിച്ചിട്ട് മൈദ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് നന്നായിട്ട് അതൊന്ന് വഴറ്റി ഒരു നല്ല പച്ചമണമൊക്കെ മാറിയിട്ട് നല്ലൊരു മണം വരൂലേ, ആ ടൈമിൽ 1 കപ്പ് പാലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ എല്ലാം ഓരോ ടീസ്പൂണായിട്ട് ചേർത്ത് കൊടുത്തോട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ആ ഒരു ക്രീം നല്ലപോലെ കുറുക്കി ആ ഒരു വൈറ്റ് സോസ് ഇതുപോലെ ആയി കിട്ടും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ്ഗില്ലേ ആ മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബട്ടർ ഗാർലിക് എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് മല്ലിയില. പക്ഷേ എനിക്ക് എല്ലാത്തിനും ഈ ഒരു മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമുള്ളൂ കേട്ടോ. ആ ഒരു ടേസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന പോലെ തോന്നലുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇനി വേറൊന്നുമില്ല, നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡിലോട്ട് ഈ ഒരു എഗ്ഗിൻ്റെ മിക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. എന്താ പറയുക ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം നിങ്ങൾക്ക് ഒരു ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചത് മാത്രമേ ഉള്ളൂ. ഒരു ബ്രെഡിലോട്ട് ഇതുപോലെ വെച്ചിട്ട് നിങ്ങൾക്ക് സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടും കഴിക്കാം കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് എന്താ പറയുക അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് അങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെട്ടെന്ന് വേറെ ഫില്ലാകുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് സൺഡേ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുട്ടിക്ക്. നെക്സ്റ്റ് സൺഡേ ആക്കണ്ട, നിങ്ങൾ ടിഫിൻ ബോക്സിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെച്ചിട്ട് അങ്ങനെ സാൻഡ്വിച്ച് ടൈപ്പിൽ ആക്കിയെടുത്താലും നമുക്ക് കുട്ടിക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ ആക്കിയെടുത്താൽ മതി കേട്ടോ. നമ്മളിതുപോലെ നമ്മുടെ എഗ്ഗ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ബ്രെഡ് വെക്കുക. ഇത് ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്നത്. നിങ്ങൾ നേരെ സാധാ ബ്രെഡിൽ തന്നെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതേ എൻ്റെ ഗരം മസാലയൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്യാന്ന് പൊടിച്ചിട്ട്. നോമ്പിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ തുടങ്ങണം അത്രേ. ഇതിപ്പോൾ കുറച്ച് അങ്ങനെ പൊടിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നോമ്പിനൊക്കെ ആവശ്യമായിട്ടുള്ള കുറച്ച് ബൾക്കായിട്ട് തന്നെ സാധനങ്ങളൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. അപ്പം ഇൻഷാ അല്ലാഹ് നോക്കാം. ഇനി നമുക്ക് ലഞ്ചിനേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഷെഫ് പിള്ളൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാൻ കുറേയായി ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയും മാത്രം ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കുക. നമ്മളങ്ങനെ ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിൽ അതവിടെ നിന്ന് സെറ്റ് ആയിക്കോളുമല്ലോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജീസും കൂടി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന വറവ് ക്യാരറ്റും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് എനിക്ക് എന്താണെന്നറിയില്ല, ഈ ഒരു ചട്ടിനോട് ഇപ്പോൾ ഭയങ്കര നല്ല എന്താ പറയുക നോൺ സ്റ്റിക്ക് പോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് അതിൽ തന്നെ ഞാനിപ്പോൾ അധികം ഉണ്ടാക്കല് കേട്ടോ. അങ്ങനെ ഇതിലോട്ട് കടുകും എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കടുകും പച്ചമുളകും വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജീസും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, അതിൽ എനിക്കെൻ്റെ ഈ ഒരു ചാനലിൻ്റെ നെയിം മാറ്റണമെന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ പേരറിയാലോ, ഷംന എന്നുള്ളത്. അപ്പോൾ എൻ്റെ പേരിന് മാച്ചായിട്ടുള്ള എന്തെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന പേര് നോക്കിയിട്ട് അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയാം. ഈ ഒരു ചാനലിൻ്റെ നെയിം മാറ്റുന്നതിനോട് എങ്ങനെയാണ് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ഇല്ലയോ എന്താണെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നോക്കാം ഇൻഷാ അല്ലാഹ്. നിങ്ങളെല്ലാവരും ഒന്ന് പേര് സജസ്റ്റ് ചെയ്യ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി ഞാനിവിടെ ഈ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാസ്റ്റ് ചെയ്യേണ്ട ഒരു കടായി എന്നിട്ട് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇരുമ്പ് ചട്ടി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അത് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് ചെയ്യുക. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് 1 ടീസ്പൂണോളം വലിയ ജീരകില്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂണോളം നമ്മൾ ചിരകിയ തേങ്ങ, അല്ലെങ്കിൽ തേങ്ങ കൊത്താന്നെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. എന്നിട്ട് ഇതിലോട്ട് ഇനി ഒരു 1 1.5 നിങ്ങളെ സവോളൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങളെ ചിക്കൻ്റെ അളവനുസരിച്ചിട്ടൊക്കെ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു നോർമൽ ഒരു മീഡിയം സൈസിലുള്ള സവോള 1.5 അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വേറെ ആവശ്യത്തിനും കൂടി കട്ട് ചെയ്ത് വെച്ചതാണത്. അപ്പോൾ ഇതേ 1.5 സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് സവോള പെട്ടെന്ന് വഴഞ്ഞിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പം ഇവിടെ ഈ ഒരു സവോളയൊക്കെ നല്ല വഴഞ്ഞ് വരുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് നമ്മുടെ വറവും കൂടി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സവോളയിലോട്ട് ആവശ്യത്തിന് കൂടുതൽ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പില ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ഞാൻ ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഷെഫ് പിള്ളേൻ്റെ റെസിപ്പിയാണെന്ന്. അതിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാനിത് ഓൾറെഡി ഇങ്ങനെ ചതച്ച് പോയി, അതുകൊണ്ട് ഞാൻ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ കണക്ക് തന്നെയല്ലേ. ഇനി നമുക്ക് ഇതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ ഒരു പാനിൽ തന്നെ കുറച്ച് ഉപ്പും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലോട്ട് 2 ടീസ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡറും, നിങ്ങൾക്ക് നോർമൽ സാധാ മുളക് പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ തീ നല്ല സിമ്മിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരൂലേ, ആ ടൈമിൽ നമുക്ക് ഈ ഒരു ഉള്ളി മസാലേൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കരിഞ്ഞു പോവരുത്, അതെന്തായാലും ശ്രദ്ധിക്കുക. സിമ്മിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കരിഞ്ഞ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ ഉള്ളിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനില്ലേ, അത് നല്ലപോലെ ഉപ്പും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം അത് ഈ ഒരു ഉള്ളിൻ്റെ ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് ടൈം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുമ്പം ആ ഒരു ചിക്കനിലെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി വരും കേട്ടോ.
ഒരു 2-3 മിനിറ്റൊക്കെ അങ്ങനെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നല്ല ചൂട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു 1-1.5 കപ്പോ അങ്ങനെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ചിക്കനൊക്കെ വീണ്ടും ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുമ്പം അത് തിക്കായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഞാൻ കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി പിന്നീട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ അതൊക്കെ വെള്ളമൊക്കെ നിങ്ങൾ എത്രത്തോളം ഗ്രേവി വേണം അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇനി അടച്ച് വെച്ചിട്ട് നല്ലപോലെ എണ്ണ തെളിയുന്ന വരെ ഇതേ കണ്ടില്ലേ, എണ്ണ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഒരു തക്കാളിയും കൂടി ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പം ഇതൊക്കെ നോക്കുക, ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഇനി അവസാനം ഇതിലോട്ട് കുറച്ചുകൂടി കറിവേപ്പിലയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നിറച്ചെണ്ണ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കറി റെഡിയായി. ഇനി പ്രത്യേകിച്ചിട്ട് പണിയൊന്നുമില്ല. ഇനി വീണ്ടും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് കുറച്ച് ടൈം അങ്ങനെ വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും പ്രത്യേകിച്ചിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കില്ലേ എന്താ പറയുക, ഞാനിതിവിടെ ഇതേ കണ്ടില്ല, നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. പൊറോട്ടൻ്റെ കൂടെ ഒന്നും പറയണ്ട, അത്രയും നല്ല കോമ്പിനേഷനാണ് ഭട്ടൂരി പൊറോട്ടൻ്റെ ഒക്കെ കൂടെ. അപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് എടുക്കണം എന്നാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കറക്റ്റാണ്. അപ്പോഴേക്കും നല്ലപോലെ ഒന്നുകൂടെ കുറുകി എന്താ പറയുക അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ്, സിമ്പിളല്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടും പറ്റൂലേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. നമ്മുടെ ഈ ഒരു ചിക്കൻ കറിയും നെയ്ച്ചോറും അതുപോലെ തന്നെ ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ കൂടിയിട്ടുള്ള ഒരു വറവും പപ്പടും. ഇതൊക്കെ ഞാനിത് എന്താ പറയുക സെർവ് ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ. എപ്പോഴും ഈ ഒരു ചോറ് എന്താ പറയുക സെർവ് ചെയ്യുന്ന കാണിക്കുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് വേണ്ടാന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കറിക്ക് നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഭട്ടൂരി. അപ്പോൾ ഞാൻ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് ഭട്ടൂരി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. ഇത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആരും മറക്കണ്ട. എന്തായാലും എൻ്റെ ചാനൽ നെയിം മാറ്റുന്നതിൻ്റെ ഇത് കൊണ്ടുള്ള നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ തന്നെ നിങ്ങൾക്ക് പേര് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.